നമുക്കൊരു ആഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഏറ്റവും ആദ്യം എന്താണ് വേണ്ടത്? ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ? നോ, എ പ്രോപ്പർ സ്ക്രിപ്റ്റ്. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് വീഡിയോ ജനറേഷനും ഇമേജ് ജനറേഷനും. എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്? അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആഡാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കുകയാണ് ആദ്യത്തെ പ്രയോറിറ്റി. ഇതിൽ ഒരുപാട് സവിശേഷതകൾ നമുക്ക് കാണാൻ പറ്റും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. പലരും പ്രൊഡക്റ്റ് ആഡുകൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് അതിലെ എല്ലാ ക്വാളിറ്റിയും എടുത്തെടുത്ത് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിച്ച് അതിന് ഹൈലൈറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഇമോഷനെ ആയിരിക്കും. ഉദാഹരണത്തിന് ഡെയറി മിൽക്കിന്റെ പരസ്യം എടുക്കുക. അവരെപ്പോഴും പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇമോഷനെയാണ്. ആ ഇമോഷനെ മനോഹരമാക്കുന്നത് അവരുടെ പ്രൊഡക്റ്റാണെന്ന് അവർ കൺവേ ചെയ്യുന്നു. ഇവിടെ യുവജന ആരോഗ്യം കുറയുന്നു എന്നൊരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോവുകയാണ്. ഈ ഒരു ആശയത്തെ മുൻനിർത്തി ഞാൻ ചെയ്ത സ്ക്രിപ്റ്റാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ പ്രൊഡക്റ്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലയന്റിനെ സ്ക്രിപ്റ്റ് കൊടുത്ത് കൺവിൻസ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ കടമ. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടും ചേഞ്ചസ് നമുക്ക് വരുത്താവുന്നതാണ്. ഇതുപോലൊരു ആവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് വീഡിയോ ജനറേഷനും ഇമേജ് ജനറേഷനും.